ആ വലിയ അടയാളങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ ഇദാ ഖറജൻ لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. മൂന്ന് കാര്യങ്ങൾ പുറപ്പെട്ടാൽ لا ينفع نفسا إيمانها, പിന്നെ ഒരാൾക്കും അവന്റെ വിശ്വാസം ഉപകരിക്കില്ല. അതിനു മുമ്പ് വിശ്വസിച്ചവനല്ലാതെ അതിനുശേഷം വിശ്വസിക്കുന്നവന്റെ വിശ്വാസം ശരിയാവില്ല. ഏതാണ് ആ മൂന്ന് കാര്യം? തുലൂഉ ശംസി മിൻ മഗ്രിബിഹാ വദ്ദജ്ജാലു വദാബത്തുൽ അർള്. ഒന്ന്, സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കലാണ്. രണ്ട്, ദജ്ജാലിന്റെ ആഗമനമാണ്. മൂന്ന്, വദാബത്തുൽ അർള്, വളരെ അത്ഭുതകരമായ ഒരു മൃഗം, ദാബത്തുൽ അർള് എന്ന് അറിയപ്പെടുന്ന മൃഗം വരലാണ്. ഈ മൂന്ന് കാര്യം സംഭവിച്ചാൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, لا تقوم الساعة حتى تطلع الشمس من مغربها فإذا طلعت من مغربها آمن الناس كلهم أجمعون فيومئذ لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. സൂര്യൻ പടിഞ്ഞാറ് നിന്നുദിച്ചാൽ എല്ലാ മനുഷ്യരും വിശ്വാസികളായി മാറും. പിന്നെ അവിശ്വാസികൾ ലോകത്തില്ല. മുഴുവൻ ആളുകളും ആമനന്നാസു കുല്ലുഹും അജ്മഊൻ, മുഴുവൻ ആളുകളും വിശ്വാസികളായി മാറുന്നു. പക്ഷേ അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് വിശുദ്ധ ഖുർആനിന്റെ വചനം ഉദ്ധരിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. മൂന്ന് കാര്യം വന്നിട്ട് പിന്നെ വിശ്വസിച്ചിട്ട് കാര്യമില്ല എന്ന് പറയുമ്പോൾ ആ മൂന്ന് കാര്യത്തിന് മുമ്പ് അവനവന്റെ വിശ്വാസത്തെയും അവനവന്റെ ആചാരാനുഷ്ഠാന കർമ്മങ്ങളെയും നന്നാക്കി തീർക്കണം എന്നത് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന നിലപാടാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ദജ്ജാലിന്റെ വരവ്, ഖുറൂജു ദജ്ജാൽ, ദജ്ജാലിന്റെ വരവ്. പക്ഷേ അതിനെ നിഷേധിക്കുന്ന ആളുകൾ, ദജ്ജാൽ വരില്ല എന്ന് പറയുന്ന ആളുകൾ, ദജ്ജാൽ എന്ന് പറയുന്നത് അത് കേവലം ഒരു സങ്കല്പമാണ് എന്ന് വാദിക്കുന്ന ആളുകൾ, ദജ്ജാലിന്റെ വരവ് എന്ന് പറഞ്ഞാൽ അത് ഒരു സമൂഹം ഒരു സ്ഥലത്ത് രൂപപ്പെട്ടു വരും എന്ന അർത്ഥത്തിൽ മാത്രമാണ്, കേവലാർത്ഥത്തിൽ മാത്രമാണ്, ആലങ്കാരികമാണ്, മജാസിയാണ് എന്നൊക്കെ പറയുന്ന, അങ്ങനെയൊക്കെ അതിനെ നിഷേധിക്കുന്ന ആളുകൾ നമുക്കിടയിലുണ്ട്. 1400 മുമ്പ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, അലാ വ ഇന്നഹു സയകൂനു മിൻ ബഅദികും ഖൗം. സഹാബത്തിനോട് നബി പറയുന്നു, നിങ്ങൾക്ക് ശേഷം ഒരു ജനത ഇവിടെ വരാനുണ്ട്, യുകദ്ദിബൂന ബിർറജ്ം, റജ്മിനെ അവർ നിഷേധിക്കും. റജ്ം എന്ന് പറഞ്ഞാൽ ഒരാൾ വ്യഭിചരിച്ചാൽ അയാൾ വിവാഹിതനാണെങ്കിൽ ആ വിവാഹിതനായ വ്യഭിചാരിയെ എറിഞ്ഞുകൊല്ലണമെന്ന് ഇസ്ലാമിന്റെ നിയമം. ആ നിയമത്തെ നിഷേധിക്കുന്ന ആളുകൾ വരും. വബിദ്ദജ്ജാൽ, ദജ്ജാലിനെ നിഷേധിക്കുന്ന ആളുകളും ഇവിടെ വരും. നബി പറയാണ്, കാരണം ദജ്ജാൽ എന്നത് ഒരു വിശ്വാസത്തിന്റെ, ഒരു ഈമാനിന്റെ, ഒരു അഖീദയുടെ ഭാഗമാണ്. അതിനെ നിഷേധിക്കുന്ന ആളുകൾ ഇവിടെ വരുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. ദജ്ജാൽ വരുന്നത് തന്നെ ആ ഒരു അവസ്ഥയിലാണ്. ആരും ഓർക്കാനില്ലാത്തപ്പോ, ദജ്ജാലിനെ പറ്റി ആരും പറയാനില്ലാത്തപ്പോ, ദജ്ജാലിനെ സംബന്ധിച്ച വിവരം ആരുടെ അടുക്കലും ഇല്ലാത്തപ്പോൾ ആ ദജ്ജാൽ വരിക തന്നെ. ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ലാ യഖ്റുജു ദജ്ജാലു ഹത്താ യദ്ഹല അന്നാസു അൻ ദിക്രിഹി വഹത്താ തത്റുകൽ അയിമ്മതു ദിക്റഹു അലൽ മനാബിരി. ആളുകൾ ദജ്ജാലിനെ കുറിച്ച് വിസ്മരിച്ചു പോകും. എത്രത്തോളം എന്നറിയുമോ? വഹത്താ തത്റുകൽ അയിമ്മതു ദിക്റഹു അലൽ മനാബിരി. ഈ ജാതി വിഷയങ്ങൾ പറയേണ്ടത് അല്ലാഹുവിന്റെ പള്ളിയിലെ മിമ്പറുകളിലാണ്. അല്ലാഹുവിന്റെ പള്ളിയിലെ മിമ്പറുകളിൽ ഇമാമുമാരാ പറയേണ്ടത്. പക്ഷേ മിമ്പറുകളിൽ ഇമാമു പോലും ദജ്ജാലിനെ സംബന്ധിച്ച് പറയാത്ത അവസ്ഥയുണ്ടാകും. മിമ്പറുകളിൽ ജനങ്ങൾക്ക് ഉത്ബോധിപ്പിച്ചു കൊടുക്കേണ്ട ഉപദേശത്തിൽ പോലും ദജ്ജാൽ വിഷയമല്ലാതായി മാറും.
അങ്ങനെ ആളുകൾ പൂർണ്ണമായി മറന്നുപോകും. ആ വേളയിലാണ് ദജ്ജാൽ കടന്നു വരിക എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചുവെങ്കിൽ ഒരു മുസ്ലിമായ മനുഷ്യൻ, മുഅ്മിനായ മനുഷ്യൻ ഒരിക്കലും ദജ്ജാലിനെ മറക്കാൻ പാടില്ല, ഒരു ദിവസം പോലും മറക്കാൻ പാടില്ല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, ഇദാ തശഹദ അഹദുകും ഫൽയസ്തഇദ് ബില്ലാഹി മിൻ അർബഅ. ഒരാൾ അത്തഹിയാത്തിൽ ഇരുന്നാൽ ആ അത്തഹിയാത്തിൽ 4 കാര്യം അവൻ മറന്നു പോകരുത്. 4 കാര്യങ്ങൾ അല്ലാഹുവിനോട് അഭയം ചോദിച്ചുകൊണ്ട് അവൻ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഏതൊക്കെയാണ് ആ 4 കാര്യം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ അദാബി ജഹന്നം. അല്ലാഹുവേ, നരകശിക്ഷയിൽ നിന്ന് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. അത് അത്തഹിയാത്തിൽ പറയണം. രണ്ടാമത്തെ കാര്യം വമിൻ അദാബിൽ ഖബർ. അല്ലാഹുവേ, ഖബർ ശിക്ഷയെ തൊട്ട് ഞാൻ നിന്നോട് കാവലിനെ ചോദിക്കുന്നു. മൂന്നാമത്തെ കാര്യം വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാത്. ജീവിതത്തിലെയും അതുപോലെ മരണത്തിലെയും ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ നിന്നോട് അഭയം ചോദിക്കുന്നു. മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം വമിൻ ശർരി ഫിത്നത്തിൽ മസീഹ് ദജ്ജാൽ. ദജ്ജാൽ, മസീഹ് ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് അല്ലാഹുവേ ഞാൻ നിന്നോട് അഭയം ചോദിക്കുന്നു. എല്ലാ നമസ്കാരങ്ങളിലും എല്ലാ ദിവസവും ഒരു വിശ്വാസിയായ മനുഷ്യൻ അവന്റെ നമസ്കാരത്തിൽ അല്ലാഹുവിനോട് അഭയം ചോദിക്കേണ്ട 4 കാര്യങ്ങളാണ്. അത്ര വലിയ ഫിത്നയാണ് ദജ്ജാലിന്റെ ഫിത്ന. നമസ്കാരത്തിലെ പ്രാർത്ഥനയിൽ പോലും അല്ലാഹുവേ ദജ്ജാലിന്റെ ഫിത്നയിൽ നിന്ന് എന്നെ കാക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുവാൻ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചുവെങ്കിൽ ആ ദജ്ജാലിനെ ലോകത്തിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് കാണാതെ പറഞ്ഞതല്ല, കണ്ടിട്ട് പറഞ്ഞതാണ്. ദജ്ജാലിനെ കണ്ടുവന്ന് പറഞ്ഞതാണ്. അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദജ്ജാലിനെ ഒരു തവണയല്ല പലതവണ കണ്ടുവന്നാണ് ദജ്ജാലിനെ കുറിച്ച് പറഞ്ഞത്. അതുകൊണ്ട് ആ ഹബീബിന്റെ വചനത്തെ അവിശ്വസിക്കണ്ട, കൃത്യമായ വിവരണമാണ്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ദജ്ജാലിനെ കാണിച്ചു കൊടുത്തപ്പോൾ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, റഅയ്തു ലൈലത ഉസ്രിയ ബി മൂസാ റജുലൻ ആദമ തുവാലൻ ജഅദൻ കഅന്നഹു മിൻ റിജാലി ശനുആ. ഞാൻ കണ്ടു ആ ലൈലത്തുൽ ഉസ്ര അഥവാ ഇസ്രാഇന്റെ രാത്രിയിൽ ആരെയാണ് കണ്ടത്? മൂസാ നബിയെ കണ്ടു. റജുലൻ ആദമ തുവാല, നല്ല നീളമുള്ള, നല്ല ഉയരമുള്ള, നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ്. മാത്രമല്ല അദ്ദേഹം ഏതാണ്ട് കഅന്നഹു മിൻ റിജാലി ശനുആ, ശനുആ ഗോത്രത്തിൽപ്പെട്ട ആളുകളെ പോലെ ഉണ്ടാകും. നല്ല പൊക്കമുള്ള ഒരു മനുഷ്യനാണ് മൂസാ അലൈഹിസ്സലാം. ആ മൂസാ നബിയെ ഞാൻ കണ്ടു. വറഅയ്തു ഈസാ റജുലൻ മർബൂആ, അതുപോലെ ഈസാ നബിയെയും ഞാൻ കണ്ടു. ഈസാ നബി ഒത്ത ഒരു മനുഷ്യനാണ്, അധികം പൊക്കവുമില്ല, എന്നാൽ കുറിയ ആളുമല്ല, നേരെ മറിച്ച് നല്ല ഒത്ത ഒരു മനുഷ്യനാണ്. അതുപോലെ ഇലൽ ഹുംറതി വൽ ബയാൽ, വെള്ളയും ചുവപ്പും കലർന്ന മനുഷ്യനാണ്. സബിതർ റഅസ്, നല്ല ഇടതൂർന്ന മുടിയുള്ള മനുഷ്യനാണ്. വറഅയ്തു മാലികൻ ഖാസിനൻ നാർ, ഈസാ നബിയെ മാത്രമല്ല നേരെ മറിച്ച് നരകത്തിന്റെ കാവൽക്കാരനായ മാലിക്കിനെയും ഞാൻ കണ്ടു. അക്കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, മാലിക്കിനെ മാത്രമല്ല വദ്ദജ്ജാല, ആ രാത്രിയിൽ അഥവാ ഇസ്രാഇന്റെ രാത്രിയിൽ ദജ്ജാലിനെയും അല്ലാഹു എനിക്ക് കാണിച്ചു തന്നു. ഫി ആയാത്തിൻ അറാഹുന്നല്ലാഹു ഇയ്യാ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചവന്റെ ആയാത്തുകളെ കാണിച്ചു തന്ന കൂട്ടത്തിൽ ദജ്ജാലിനെയും എനിക്ക് കാണിച്ചു തന്നു എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ മാത്രമല്ല പലതവണ കണ്ടു. മറ്റൊരു തവണ എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന നേരത്ത് സ്വപ്നത്തിൽ കാണുകയാണ്. ഹബീബിന്റെ സ്വപ്നം വഹിയാണ്. നമുക്കറിയാം പ്രവാചകന്മാരുടെ സ്വപ്നം വഹിയുടെ ഭാഗമാണ്. ഒരു വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ ഉറങ്ങുന്ന വേളയിൽ നബി പറയുന്നു, ബൈനമാ അന നായിമുൻ റഅയ്തുനി അതൂഫു ബിൽ കഅബ, ഞാൻ ഒരു ദിവസം ഉറക്കത്തിൽ സ്വപ്നം കാണുകയാണ്. അതൂഫു ബിൽ കഅബ, ഞാൻ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നതായി. ഫഇദാ റജുലുൻ ആദമു സബതു ശഅരി ബൈന റജുലൈനി യൻതുഫു റഅസുഹുമാ, അപ്പോഴാ ഒരാൾ തവാഫ് ചെയ്യുന്നു. നല്ല മുടിയുണ്ട് അദ്ദേഹത്തിന്, ആ മുടിയിലൂടെ ഇങ്ങനെ വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. ആ നിലയിൽ ഒരാൾ തവാഫ് ചെയ്യുന്നത് ഞാൻ കണ്ടു. ഫഖുൽതു മൻ ഹാദാ, ഞാൻ ചോദിച്ചു ഇതാരാണ്? ഖാലു, അവര് പറഞ്ഞു ഇബ്നു മറിയം, ഇത് മറിയമിന്റെ പുത്രൻ ഈസയാണ്, ഈസാ നബിയാണ്. മാത്രമല്ല അതിന് ഈസാ നബിയെ കണ്ടിട്ട് ഫദഹബതു, ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അൽതഫിതു ഫഇദാ റജുലുൻ അഹ്മറു ജസീം, തടിയനായ ഒരു മനുഷ്യൻ, ആജാന ബാഹുവായ ഒരു മനുഷ്യൻ, ജഅദുർ റഅസി, തല ഇങ്ങനെ ജട പിടിച്ചു കിടക്കുന്നു.
പ്രിയമുള്ളവരെ, നാം പറഞ്ഞു വന്നത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറങ്ങുന്ന വേളയിൽ സ്വപ്നം കണ്ട വിവരം നബി പറയുന്നു. ഫദഹബതു, ഈസാ നബിയെ കണ്ടതിനു ശേഷം ഞാൻ ഇങ്ങനെ പോകുമ്പോൾ അൽതഫിതു ഫഇദാ റജുലുൻ അഹ്മർ ജസീം ജഅദുർ റഅസ്, തടിയനായ ഒരു മനുഷ്യൻ, മുടി ജട പിടിച്ചു കിടക്കുന്നു. അഅ്വറുൽ ഐനുൽ യുംന, വലതുകൈ, വലതുകണ്ണ്, ആ വലതുകണ്ണ് അഅ്വറാണ്, കാഴ്ചയില്ലാത്തതാണ്. കഅന്നഹു കഅന്ന ഐനഹു ഐനൈഹു കഅന്ന ഐനഹു ഇനബത്തുൻ തഫിയ, അവന്റെ കണ്ണ് ഏതാണ്ട് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന മുന്തിരി പോലെയുണ്ട്. ആ രൂപത്തിൽ ഒരാളെ കണ്ടപ്പോൾ ഖുൽതു, ഞാൻ ചോദിച്ചു, മൻ ഹാദാ, ആരാണിത്? ഖാലു, അവര് പറഞ്ഞു, ഹാദ ദജ്ജാൽ, ഇതാണ് ദജ്ജാൽ, ഇതാകുന്നു ദജ്ജാൽ. അഖ്റബുൻ നാസ് ബിഹി ശബഹം ഇബ്നു ഖുതൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ സദസ്സിലേക്ക് നോക്കി പറയുന്നു, അഖ്റബുൻ നാസ് ബിഹി ശബഹൻ ഇബ്നു ഖുതൻ, ഏതാണ്ട് ഇബ്നു ഖുതനെ പോലെയുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള ഇബ്നു ഖുതന്റെ രൂപസാദൃശ്യമുണ്ട് ദജ്ജാലിന് എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബിക്ക് അറിയുന്ന ഒരാളുടെ പേര് പറഞ്ഞ് സൂചിപ്പിക്കുകയാണ്. ഇത് കേട്ടു അദ്ദേഹം, ഇബ്നു ഖുതൻ ഇത് കേട്ടു, അദ്ദേഹം പേടിച്ചുപോയി. അദ്ദേഹം നബിയുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഹൽ യദുറുനി ശബഹുഹു, ഞാൻ അവനോട് സദൃശ്യനായതുകൊണ്ട് വല്ല പ്രയാസവും ഉണ്ടാകുമോ, എന്തെങ്കിലും ബേജാറുണ്ടാകുമോ എന്ന് അദ്ദേഹം നബിയോട് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ല, ഒരിക്കലുമില്ല. അന്ത മ്രുഉൻ മുസ്ലിം വഹുവ മ്രുഉൻ കാഫിർ, നീ മുസ്ലിമായൊരു മനുഷ്യനാണ്, ദജ്ജാല് കാഫിറായൊരു മനുഷ്യനാണ്. അത് അടിസ്ഥാനപരമായ വ്യത്യാസം തന്നെയാണ്. അതുകൊണ്ട് ഒരിക്കലും നീ വിഷമിക്കണ്ട, ഒരിക്കലും നീ അതോർത്ത് ബേജാറാകണ്ട എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനോട് പറഞ്ഞത് ഹദീസിൽ കാണാൻ സാധിക്കും. ആ വലിയ അടയാളങ്ങളിൽ തന്നെ വളരെ പ്രധാനപ്പെട്ടത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാത്തുൻ ഇദാ ഖറജൻ لا ينفع نفسا إيمانها لم تكن آمنت من قبل أو كسبت في إيمانها خيرا. മൂന്ന് കാര്യങ്ങൾ പുറപ്പെട്ടാൽ لا ينفع نفسا إيمانها, പിന്നെ ഒരാൾക്കും അവന്റെ